ഇപ്പോൾ നിലവിൽ തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജർമ്മനി തന്നെയാണ്. ഓക്കെ, ജർമ്മനി പോലത്തെ കൺട്രീസ് എന്തുമാത്രം സേഫ് ആണ്? ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയും ജർമ്മനി വളരെ സേഫും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. നമുക്ക് നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ പറ്റുമോ? അതിന്റെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്? ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്സ് ഉറപ്പാണ്. If you are performing well means you will definitely get placed. Hi there, this is once again Jacob John and today with me is Siddharth G. Kumar. We had an episode regarding whether Germany is a wonderful country and what all are the opportunities that are waiting for you in the last episode. And in today's episode, we think we're going to throw some more light regarding Germany and its education, long-term settlement and everything. So without further ado, let me just start with it. Appa Siddharth, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ ജർമ്മനിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥ് ജർമ്മനിയിലായിരുന്നു ഫോർ മോർ ദാൻ 2 years ആൻഡ് യുവർ എക്സ്പീരിയൻസസ് നമ്മളത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രേക്ഷകരോട്, അല്ലേ? അപ്പം നമുക്ക് ഒരുപാട് കോമൻസ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് കോമൻസിൽ കിട്ടിയിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ച് കോമൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു എപ്പിസോഡിൽ സിദ്ധാർത്ഥിനോട് നമുക്ക് ചോദിക്കാം, ആ കോമൻസിന്റെ എങ്ങനെയായിരിക്കും അതിന്റെ ആൻസേഴ്സ് സിദ്ധാർത്ഥിന്റെ സൈഡിൽ നിന്നുള്ളത് നമുക്ക് കേൾക്കാം. ബിക്കോസ് he was there in Germany. So, the first question that I want to ask you is about what the hype. ജർമ്മനി ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കൺട്രിയാണ് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ. പക്ഷെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയൊരു ഹേർഡിൽ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഏതൊരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലേ? അപ്പം സിദ്ധാർത്ഥ് ഫസ്റ്റ് ടൈം ജർമ്മനി പോയ സമയത്തും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പഠിക്കുന്ന പോലല്ല നേറ്റീവ്സിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്ലാങ്, ആക്സെന്റ്, ഡയലക്ട് എല്ലാം മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബട്ട് യു ഓവർകേം ഇറ്റ് ആൻഡ് ദാറ്റ്സ് സംതിങ് ദാറ്റ് ഇസ് ടോട്ടലി പ്രൈസ് വർത്തി. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ A1 A2 B1 B2 C1 C2 പറയുന്ന അത്രയ്ക്കും എളുപ്പമാണോ? അത് പഠിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞ് ഒറിജിനൽ സിനാരിയോയിൽ ഒരു നല്ല ജോലി കരസ്ഥമാക്കാനും അവിടെ താമസിക്കാനും ഈ പറയത്തക്ക ജർമ്മനിക്ക് ഭയങ്കര ഹൈപ്പ് ഉണ്ടോ? സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദാറ്റ്? ഈ ഹൈപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ഓൾ റിലേറ്റീവ്. ഓക്കെ, റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാനഡ നോക്കാം, അയർലൻഡ് നോക്കാം, UK നോക്കാം, ലോകരാജ്യങ്ങളെല്ലാം നോക്കാം. ബട്ട് ദെൻ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് അറിയില്ല. ബട്ട് ദെൻ ഇപ്പോൾ നിലവിൽ തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജർമ്മനി തന്നെയാണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊവൈഡിങ് യു വിസ വെരി ഓപ്പൺലി, ലൈക്ക് വെരി ലിബറലി, വളരെ ലിബറൽ ആണ്. അത് മാത്രമല്ല അവിടുത്തെ റൂൾസ് വളരെ മാക്സിമം ഇമിഗ്രന്റ് ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ആന്റി ഇമിഗ്രന്റ് വികാരമില്ലാതെ തീർച്ചയായിട്ടും അതൊരു ഇമിഗ്രന്റ് ഫ്രണ്ട്ലി ഒരു ഇമോഷനാണ് ഇപ്പോൾ ജർമ്മനിക്കുള്ളത്. നമുക്ക് ഫ്യൂച്ചർ അറിയില്ലെങ്കിൽ പോലും ഭയങ്കര വെൽക്കമിങ് ആണ്. തീർച്ചയായിട്ടും ഐ ഹാവ് നോട്ടീസ് ദാറ്റ് ദേ ആർ വെൽക്കമിങ്. അപ്പോ ഇത്രയും വെൽക്കമിങ് ആയിട്ടുള്ള ഒരു രാജ്യം നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോ തൽക്കാലത്തേക്ക് നിലവിൽ തീർച്ചയായിട്ടും ജർമ്മനി ആണെന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇറ്റ്സ് വർത്ത് ഹൈപ്പ് മീൻസ് ഹൈപ്പ് ഈസ് ഓൾവേസ് റിലേറ്റീവ് പീപ്പിൾ ആൻഡ് ഹൈപ്പ് അക്കോർഡിംഗ് ടു ദ വേൾഡ് ലാംഗ്വേജസ്, നോട്ട് വേൾഡ് കൺട്രീസ് ആക്ച്വലി. Yeah, as far as I can see, Germany is actually something which is worth the hype. It's a very warm and friendly country, and apart from that, what he is trying to imply is like you do have a future if you go to Germany this particular season or this particular scenario. അത് ഉണ്ട്. ഈ വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ US, കാനഡ അവിടെ കിട്ടുന്ന ആൾക്കാരുടെ ഒരു വാംനെസ് ഒന്നും വാംത്തൊന്നും ജർമ്മനിയിൽ കിട്ടില്ല എന്ന് പലരും പറയാറുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദാറ്റ്? പേഴ്സണലി സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ എന്ത് ഒരു ഒപ്പീനിയൻ ആണ് ഇതിന് പറയാൻ പറ്റുന്നത്? കാരണം പലരും പറയാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സിദ്ധാർത്ഥിന്റെ ഒപ്പീനിയൻ അതിനകത്ത് എങ്ങനെയാണ്? അതൊരു വളരെ മിക്സ്ഡ് ഒപ്പീനിയൻ ആണ്. ഐ ഹാവ് പേഴ്സണലി ജർമ്മൻ ഫ്രണ്ട്സ്. അപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അവർ ആദ്യം കോൾഡ് അപ്രോച്ച് ആണെങ്കിൽ പോലും ദേ ആർ വെരി ജെന്യുവൻ പീപ്പിൾ. Oh, they're genuine to the core. They're genuine to the heart, right? They don't wear a mask and no. They don't actually talk very in such a way. Oh, they're very straightforward. They just say it on your face. Wonderful. That's one of the best characters a person could have, apart from not only people in Germany, but as basic character. That's something great. Yeah.
ആണ്. പിന്നെ നമ്മൾ ഈ US കാണുന്ന പോലെ സ്മോൾ ടോക്ക്, ഹലോ, ഹായ്, ഓ വണ്ടർഫുൾ, അത് വളരെ കുറവാണെന്നേ നമുക്ക് അവിടെ പറയാൻ കഴിയുന്നുള്ളൂ. അപ്പൊ അതൊരു ആന്റൈ സോഷ്യൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണോ അതോ എങ്ങനെയാണ് അത്? ആന്റി സോഷ്യൽ അല്ല, ദേ ആർ ജസ്റ്റ് നോട്ട് always ready to open up that quick. Okay. But they do keep boundaries. They keep very sharp boundaries. Yeah, they do keep very boundaries. It's not like you see somebody and hola or hi and you just jump and have a friendly conversation, not even thinking whether they like that particular conversation or not. They do have their boundaries, and I think that is something that everybody should have, keeping their own boundaries and keeping people at a certain distance. That would be really nice. Yes. But once when they come to know who you are and whether you're a genuine person, they will totally count you as one among them, alle? Yeah. Exactly. Because I have had friends calling me to their parties. I have had friends, once you get friends with them, they will actually expect you to be there for them. Okay, that's really nice. That's a wonderful, what do you say, gesture that a person could get when he or she is abroad. All right, fine. So Siddharth, that was a wonderful explanation that you could give me regarding whether Germany is worth the hype or not. ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ക്വസ്റ്റ്യന് നല്ലൊരു പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലാണെങ്കിലും മീഡിയസിലാണെങ്കിലും നമ്മൾ പല ഇൻഫർമേഷനും ന്യൂസും ഒക്കെ വായിക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ വി ടു ടോട്ടലി ഹാവ് സം ഫ്രാൻറ്റിക് ഇമോഷൻസ് ആൻഡ് തിങ്കിങ് അബൌട്ട് വെദർ വിൽ ഐ ബി സേഫ് if I go to a foreign land or if I go abroad. Will I be totally safe? What about my security? അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സ്റ്റുഡൻറ് വിസ കാറ്റഗറിയിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു ജോബ് വിസ കാറ്റഗറിയിൽ പോകുന്ന ആൾക്കാർക്ക് ജർമ്മനി പോലത്തെ കൺട്രീസ് എന്തുമാത്രം സേഫ് ആണ്? Could you please just tell me a little bit about that as well to our viewers over here? Sure. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്ത നല്ല ക്വസ്റ്റ്യൻ ആണ്. എല്ലാം നല്ല ക്വസ്റ്റ്യൻസ്. അതെന്താണ് കാരണം? അങ്ങനെ ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സേഫ്റ്റി പല ആസ്പെക്ട്സിലും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ജോബ് സേഫ്റ്റി, സോഷ്യൽ സേഫ്റ്റി. അപ്പോൾ നമ്മുടെ ഒരു പേഴ്സൺ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയും ജർമ്മനി വളരെ സേഫും പീസ്ഫുള്ളും ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. റീസെന്റ് ഇമിഗ്രേഷൻസ് ഒക്കെ കൂടുതലാണ്, അങ്ങും ഇങ്ങും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ക്രൈം റേറ്റ് ഞാൻ കണ്ടത്രയും ഇല്ല. പ്രത്യേകിച്ച് ചില കൺട്രീസിന്റെ കൂട്ട് ഗൺസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത്, ഇല്ലാത്തത് കാരണം നമ്മൾ അങ്ങനെ ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഉടനെ ഒരാൾ വന്ന് വെടിവെക്കുവോ അങ്ങനെയൊന്നും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രമസമാധാനക്കേടൊന്നും തീർച്ചയായിട്ടും ഞാൻ ജർമ്മനി നോട്ടീസ് ഇതുവരെ ചെയ്തിട്ടില്ല. അതൊരു വളരെ നല്ല കാര്യമാണ്. കാരണം നമുക്കിപ്പോ ഒരു പാർക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് കൊള്ളാമെങ്കിൽ രാത്രി ഫുള്ള് കിടന്നുറങ്ങാം, കുഴപ്പമൊന്നുമില്ല. That's really nice. Yeah, that's really nice from the side of government, not only from the side of government but also from the side of citizens over there. Yes. അപ്പം അത് ഒരു ബെർലിൻ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ മാത്രമാണോ അതോ ത്രൂ ഔട്ട് ജർമ്മനി ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്? ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് ത്രൂ ഔട്ട് ജർമ്മനി. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ബൈസൈക്കിൾസ് അവർ മോഷ്ടിക്കും. ബൈസൈക്കിൾസ് അവർ മോഷ്ടിക്കും. അതൊരു സത്യാവസ്ഥയാണ്. എന്റെ ബൈസൈക്കിൾ ഒരു പ്രാവശ്യം മോഷണപ്പെട്ടു. അത് ശരി, മോഷ്ടിക്കപ്പെട്ടു പോയി. Okay. ബൈസൈക്കിൾസ് ഒഴിച്ച് ബാക്കിയുള്ള ബിലോങ്ങിങ്സ് I lost my phone once. That is losing a phone is quite common. Was it like snatched or was it part of robbery? I forgot it in my train. Okay. Like that I forgot. അപ്പോ ഒരു വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു ജർമ്മൻ, he returned it. So the people there are nice only. The people there are totally nice. Totally honest. They're honest. I don't find that. That's my personal experience. Do you feel like ഇതിപ്പോ നമ്മൾ ഇടപെടുന്നത് പോലെ തന്നെയാണ് അവിടുത്തെ ആൾക്കാരും? അല്ലാതെ ഒരു റേസിസമോ അല്ലെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല. നമ്മൾ എങ്ങനെ മനുഷ്യരോട് ഇടപെടുന്നു അതുപോലെ തന്നെയാണ് അവർ തിരിച്ച് നമ്മളോട് ഇടപെടുന്നത്. അതിനാണ് അവിടെ നേരത്തെ സിദ്ധാർത്ഥ ഒരു കാര്യം പറഞ്ഞിരുന്നു, ബൗണ്ടറീസ്. അവരെപ്പോഴും അവരുടെ ബൗണ്ടറീസുമായിട്ട് പെർഫെക്റ്റ് ആണ് ആൻഡ് they know where to draw the line. അപ്പൊ ആ ഒരു സാഹചര്യമാണ് കുറച്ചുകൂടെ ഇപ്പൊ സിദ്ധാർത്ഥ പറഞ്ഞു വരുന്നത് അല്ലേ? അതെ. പിന്നെ ഇത് ഇറ്റ് ക്യാൻ ഡിപ്പെൻഡ് ഓൺ ദ പ്ലേസ് വെയർ യു ആർ. ഇപ്പൊ നമ്മൾ ബെർലിൻ പോലുള്ള ഒരു സിറ്റിയിലാണ്, അല്ലെങ്കിൽ ബെർലിൻ, ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിഷൻ അല്ലെങ്കിൽ മ്യൂണിക് എന്നൊക്കെ പറയുന്ന ചില ഇന്റർനാഷണൽ സിറ്റീസ് ആണ്. ദേ ആർ ഓൾ ഇന്റർനാഷണൽ സിറ്റീസ്. അപ്പൊ അങ്ങനെയുള്ള ചില സിറ്റീസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റേസിസം ഈസ് വെരി വെരി ലോ. That's really nice. Yes, that's really nice. അതെ.
അതിപ്പോ ഒരു ഇന്റർനാഷണൽ സിറ്റി ആയതുകൊണ്ട് മാത്രമാണോ കുറച്ചുകൂടെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പറ്റം ആൾക്കാർ അവിടെ ജോലി ചെയ്യുകയും ഇന്റർറേഷ്യൽ ആയിട്ടുള്ള ആൾക്കാരോട് വർത്താനം പറയുകയും പീപ്പിൾ ഫ്രം ഡിഫറെന്റ് കൺട്രീസ് ആൻഡ് ഓൾ ദി ടോക്ക് ആൻഡ് അവരോട് ഇടപെടുന്നത് കൊണ്ടൊക്കെയാണോ? അത് രണ്ടും ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും കൂടുതൽ ഇന്റർനാഷണൽ സിറ്റിസൺസ് അവിടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാർ, അതായത് ലോകത്തിൽ നിന്ന് പല ആൾക്കാർ, ലോകമെമ്പാടുമുള്ള പല ആൾക്കാർ ഇതുപോലുള്ള സിറ്റീസിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടുമ്പോൾ they get to know each other. Exactly. Misconceptions get cleared. Yes, it is not how it seems or what do we assume and all, right? നമ്മൾ assume ചെയ്യുന്ന പോലെ അല്ല. അവരോടൊന്ന് അടുത്ത് നമ്മൾ ഇടപെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് people are from different walks of life. They do have different strategies, but to the core they are all basic humans, right? Yeah, exactly. Yes, they possess those particular baseline characters and everything, and easy to go. Yep. All right, fine. So that was a wonderful explanation that Siddharth just gave right now. നമുക്ക് അവിടെ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളും ആൾക്കാരോട് ഇടപെടുന്ന സാഹചര്യങ്ങളും എങ്ങനെയാണ്, how easy it is to be with people in a foreign country, and that's really nice. Okay, Siddharth, ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചോട്ടെ. നമുക്ക് പ്ലേസ്മെന്റ്സിന്റെ കാര്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരിക്കാം. എനിക്ക് തോന്നുന്നു വ്യൂവേഴ്സിനോട് അത് ഭയങ്കര ഒരു ക്വസ്റ്റൻ ആണ്. പ്ലേസ്മെന്റ്സ് അവിടെ ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ മുറി ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിട്ടും, നമുക്കറിയാം ഒരു ലാംഗ്വേജ്, പ്രത്യേകിച്ച് ഒരു ഫോറിൻ ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നത്. ഗ്രാമാറ്റിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിന്റെ ബേസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ, ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തെല്ലാം ഡിഫിക്കൽട്ടീസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പം ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്തു പോകും. പാർട്ട് ടൈം ജോബ് കിട്ടാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കാം, എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ അല്ല. സോ നമ്മൾ ആ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ കോഴ്സൊക്കെ തീർന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ പറ്റുമോ? അതിന്റെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്? നല്ലൊരു കമ്പനി, ഫേം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ജോലി കിട്ടാൻ എന്താണ് സാധ്യതയുള്ളത്? സോ കുഡ് യു പ്ലീസ് ജസ്റ്റ് സേ എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ഇറ്റ്? ഷുവർ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ഓക്കെ. കാരണം അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഇൻഡസ്ട്രിയിലുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അപ്പോൾ വി ആർ നോട്ട് ജസ്റ്റ് സ്പിറ്റിംഗ് ഔട്ട് തിയറി ഓർ റോട്ട് ലേണിംഗ്, വി ആർ ആക്ച്വലി ക്ലബിംഗ് ആൻഡ് ലിങ്കിങ് അവർ സെൽഫ് വിത്ത് ദ ഇൻഡസ്ട്രി ഓൺ എ വെരി ഡെയിലി ബേസിസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്കിൽ സെറ്റ്സുമായിട്ട് നമ്മൾ ആയിരിക്കും പഠിച്ച് നമ്മൾ വെളിയിൽ ഇറങ്ങുന്നത്. ഓക്കെ. അപ്പോൾ അത് വെളിയിൽ ഇറങ്ങുന്ന സമയം തന്നെ, പഠിച്ച് നമ്മുടെ പഠനങ്ങൾ പൂർത്തിയാക്കുന്ന ആ ഒരു സമയം തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇന്റേൺഷിപ്പ്, നമ്മൾ ഒരു 2-3 ഇന്റേൺഷിപ്സ് ആ സമയത്തിന് തന്നെ ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പം നമുക്കറിയാം ഇവിടെ നാട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റീസിലും പല കോളേജസിലും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്റേൺഷിപ്പ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് ഡൗട്ട് ഉള്ള ചില നല്ലൊരു സ്കോപ്പ് ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെ അങ്ങനെയൊന്നുമല്ല. അവിടെ നമ്മളൊരു യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എഫേർട്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഇന്റേൺഷിപ്പ് കിട്ടുകയും നമുക്കാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഇൻഡസ്ട്രി ബേസിൽ, അതായത് ഇപ്പം പല ഉണ്ട്. ഹൗസ് ബിൽഡിംഗ് ആണെങ്കിൽ പറയണ്ട, ദേ പേ യു ഫോർ സ്റ്റഡിങ് ആൻഡ് യു ഗെറ്റ് ടു വർക്ക് ഇൻ ദ ഇൻഡസ്ട്രി ആൻഡ് യു ഗെറ്റ് ടു നോ 100% ജോബ് ഇൻ ദാറ്റ് കമ്പനി. ഓക്കെ. ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്സ് ഉറപ്പാണ്. If you are performing well means you will definitely get placed. And I know personally a lot of people who are just like that, who get instant placements. It's a wonderful news as well, isn't it? Yes. Okay, so പ്ലേസ്മെന്റിന്റെ കാര്യം പേടിക്കണ്ട. എന്തായാലും നല്ലൊരു പ്ലേസ്മെന്റ് കിട്ടാൻ ഓപ്പർച്യൂണിറ്റി തന്നെ ഉണ്ട്. അതിൻ്റെയാണ് ഒരു ഇന്റേൺഷിപ്പിന്റെ ഒരു പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്. സോ ഡോണ്ട് വറി, വെദർ യു ഗോ ദിസ് സൈഡ് ഓർ യു ഗോ ദി അതർ സൈഡ്, യു ആർ ഷുവർ ടു ബി പ്ലേസ്ഡ്, അല്ലേ? Yes, that's actually a positive. It's a positive aspect. And കാരണം I would say that there is no kind of Mangal and Freie Stelle. There is no lack of opportunities. No lack of opportunities or no lack of vacancies. That's no lack of vacancies. The only thing is you have to be ready to do this particular job so you can get enrolled in that particular job and you can just experience the comfort that the country is offering you. Exactly. The government. Yes, definitely. Thank you so much, Siddharth. That was a wonderful explanation as per your knowledge, what you have said and as per your experience. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചുകൊള്ളട്ടെ. Siddharth, what about long-term living opportunity? നമുക്ക്
എല്ലാവർക്കും നമ്മൾ ഫോറിൻ ലാൻഡ്, ഫോറിൻ കൺട്രി, എവറിബഡീസ് ഡ്രീം. അതിപ്പം ഏത് കൺട്രി ആയാലും that particular searching for greener pastures is everything that they have on their mind, right? Sure. Today or tomorrow I would like to go to another country, you would like to go to another country. എന്തിനു വേണ്ടിയിട്ട്? ലോങ് ടേം സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഹോം ടൗൺ മോശമായതുകൊണ്ടല്ല. വി വുഡ് ലൈക്ക് ടു ഗെറ്റ് എക്സ്പീരിയൻസസ്, വി വുഡ് ലൈക്ക് ടു ഗിവ് ഇറ്റ് എ ഷോട്ട്. സോ ആ ഒരു ചാൻസിൽ ജർമ്മനി ലോങ് ടേം സെറ്റിൽമെന്റിന് പറ്റിയൊരു കൺട്രിയാണോ? ഓക്കെ, അത് ഇപ്പോൾ ഞാൻ അവിടെ 2 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലോങ് ടേം സെറ്റിൽമെന്റിന് പറ്റുമോ എന്നുള്ളത് എങ്ങനെയായിരിക്കും ഞാൻ ആൻസർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ ഐ ഹാവ് സീൻ പീപ്പിൾ ഹു ആക്ച്വലി സെറ്റിൽഡ് ദെയർ. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിക്കും, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി, സി ഹൗ ഇറ്റ് ഈസ്, യു ആർ ബേസിക്കലി ഹിയർ, ദർ ഇസ് 35 to 40% ടാക്സ് ഇൻ ജർമ്മനി. ഓക്കെ, അപ്പോൾ നമ്മൾ ലോങ് ടേം സെറ്റിൽമെന്റിന് എങ്ങനെയാണ്, നല്ലതാണോ? അവരുടെയൊക്കെ ആൻസേഴ്സ് വളരെ സിമ്പിൾ ആയിരുന്നു. സി, എൻ്റെ കയ്യിലുള്ളത് US-ൻ്റെയോ കാനഡയുടെയോ വിസ അല്ല, യൂറോപ്യൻ യൂണിയന്റെ വിസയാണ്, ഒരു ഷെൻജൻ വിസയാണ്. ഓക്കെ, അപ്പോൾ ലോങ് ടേമിൽ എനിക്ക് ഉള്ള വിസയുടെ അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു വിസ വേറെ ഒന്നുമില്ല. ഐ ഡോണ്ട് ലൈക്ക് ജർമ്മനി, ഐ വിൽ ഗോ ടു ഫ്രാൻസ്. I don't like France, I will go to Switzerland, Poland, Latvia. Okay. Long list of countries. So you can go through all the Schengen country just in case if you don't feel like comfortable or you don't feel comfortable at all in Germany, you have options. Options നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ് ഓപ്ഷൻസ് അല്ലേ? സ്പെയിൻ, ഇറ്റലി, ഇഷ്ടം പോലെ ഓപ്ഷൻസ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻ കേസ് അങ്ങനെ നമുക്കൊരു തോട്ട്, ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടായാൽ പോലും ഇൻ ഫ്യൂച്ചർ ഇഫ് യു വാണ്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. പിന്നെ അടുത്ത ഒരു കാര്യം അവർ എന്നോടെന്നും പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വർക്ക് ചെയ്യുക, വർക്ക് ലൈഫ് ബാലൻസ്, സമാധാനം. ഇപ്പം നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എല്ലാ കണ്ടീഷനും സോ കോൾഡ് ഡെവലപ്ഡ് ആണെന്നുണ്ടെങ്കിലും വർക്ക് ലൈഫ് ബാലൻസ് ഇസ് ജസ്റ്റ് ബെസ്റ്റ് ഇൻ യൂറോപ്പ്, no doubt, especially Switzerland and Germany. Work life balance is at its peak. ഒരു പീസ് ഓഫ് മൈൻഡ്. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കും, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേൾഡ്. നോ, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് യു കനോട്ട് ക്ലബ് ദം ടുഗദർ ബിക്കോസ് വെൻ യു ലിവ് യു ആർ സപ്പോസ് ടു എൻജോയ് യുവർ ലൈഫ്. അതായത് കറങ്ങുക, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും നമ്മുടെ ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. Every single opportunity that a normal person, these are the basic rights of a person. Okay. And you will definitely get that. You will definitely get it over there, that particular peace of mind, that particular work-life harmony, that is what you're going to get when you go to a foreign country, and that is totally evident. All right, so that was something that you have told which is totally valuable for our viewers and those aspirants who are planning to go and settle down in Germany after their studies, or perhaps find out a route to go over there and work. Thank you so much, Siddharth, for joining us today. I would like to say once again, ഇതുപോലത്തെ എന്തെങ്കിലും കോമൻസ്, ഡൗട്ട്സ് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ, ജർമ്മനി നിങ്ങൾക്ക് പറ്റിയൊരു കൺട്രി ആണോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ആഫ്റ്റർ യുവർ സ്റ്റഡീസ്, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പ്ലീസ് ഡു റൈറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ ബിലോ. ആൻഡ് obviously before going back to Germany, Siddharth will be with us for a couple of more months. അതുകൊണ്ട് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന്റെ താമസം മാത്രമേ ഉള്ളൂ. Thank you so much once again, Jacob John and Siddharth G. Kumar.